എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. ഈ വീഡിയോ വേണമെങ്കിൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്മിന്ന് എവിടെ പോവാൻ പോണേ? എവിടെ പോണ പറ. എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോണുണ്ടോ നമ്മള്? എന്താ വാങ്ങാൻ പോണ? ആരോ വന്ന് നോക്കട്ടെ കേട്ടാ. ബാഗ് ഒഴിച്ചിട്ട് ബാക്കി പോരാത്ത അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോണത്. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് ഉച്ചക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണം. അങ്ങനെ പട്ടി കുര കേട്ട് ദേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ദേടാ ഒരു സംഭവം വന്നിട്ടുണ്ടേ. വേറെ ഒന്നും അല്ല കേട്ടാ, നമ്മുടെ ഇലക്ട്രിക് ചോപ്പർ ഒന്ന് റിട്ടേൺ അടിച്ച് ആദ്യത്തേത്. അപ്പോൾ രണ്ടാമത്തേത് വന്നതാണേ. അന്ന് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ലേ, ചോപ്പർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാർന്നില്ലേ, അത് ഞങ്ങൾ അതിന്റെ പിറ്റേ ദിവസം വർക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അത് വർക്ക് ചെയ്യാനുണ്ടാവുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഇതേപോലെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞപ്പോ ആ ചേച്ചി പറഞ്ഞ് അത് നമുക്ക് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം തന്നെ ആമസോണിന്റെ ആൾക്കാർ വന്ന് അത് വാങ്ങിക്കൊണ്ടൊക്കെ പോയി. എന്നിട്ട് പിന്നെ രണ്ടാമത് ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് മറ്റേത് നമുക്ക് ആദ്യം ചേച്ചി അടച്ചു തന്നത് ബൊറോസിലിൻ്റെതാണ് കേട്ടോ. ഇതിപ്പോ അത് മാറ്റിയിട്ട് വണ്ടർ ഷെഫിൻ്റെതാണ്. ഇത് അതിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതാണ് ബുക്ക് ചെയ്തിട്ട്. പിന്നെ ഇപ്പൊ കിട്ടി. ഞങ്ങള് പിള്ളേരൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്താണ് വന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ആ ചേച്ചിയോട് പറയണമല്ലോ. പൊട്ടിക്കട്ടെ. എന്താണ് അവിടെ പോയിക്കുന്നത്? ചൂട് സഹിക്കാൻ പറ്റില്ല. ചൂട് സഹിക്കാൻ പറ്റണമെങ്കിൽ ഫാൻ ഇടാം. പക്ഷെ ഞാൻ സംസാരിക്കണമെങ്കിൽ എനിക്ക് ക്ലിയർ ആവൂല. അതാണ് ഫാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു. എന്തിനായിരുന്നു പറഞ്ഞത്? പറഞ്ഞല്ലോ 20-ാം തീയതിയാണ് കേട്ടോ അത് ഡെലിവറി ചെയ്യുള്ളൂ ചേച്ചി ആദ്യം പറഞ്ഞത്. പക്ഷേ തലേ ദിവസം, അതായത് 19-ാം തീയതി ഇന്നലെ രാവിലെ ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മല ചിലപ്പോൾ അത് ഇന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപ്പോൾ ഒന്ന് നോക്കിക്കണേന്ന്. അങ്ങനെ നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ. പിന്നെ ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ലല്ലോ, അപ്പം തന്നെ ഒന്ന് പൊട്ടിക്കണം. അങ്ങനെ ഇപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതിയേ. അപ്പോൾ ആദ്യം നമ്മൾ ബൊറോസിൻ്റെതായിരുന്നല്ല ചേച്ചി വാങ്ങി തന്നത്. അപ്പോൾ അത് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിനി ആമസോണിൽ ആ ഒരു കമ്പനിയുടെ ചോപ്പർ വാങ്ങണതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കാരണം പിന്നീട് എനിക്ക് വാങ്ങി തന്നത് റിട്ടേൺ അടിച്ചപ്പോഴത്തേക്കും പിന്നീട് ചേച്ചി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ റിവ്യൂ ഒക്കെ മോശമായിരുന്നു. കാരണം 2-3 പ്രാവശ്യമൊക്കെ ഓരോരുത്തർക്ക് സാധനം കിട്ടിയിട്ട് 3 പ്രാവശ്യമൊക്കെ വരെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിനി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ, പുതിയതായിട്ട് ആരെങ്കിലും വാങ്ങുമെന്നാണെങ്കിലേ. അതുകൊണ്ടിട്ട് പിന്നെ ബൊറോസിൻ്റെ നല്ല വാങ്ങിയത് വണ്ടർ ഷെഫിൻ്റെതാണ് കേട്ടോ മേടിച്ചു തന്നത്. പിന്നെ ആദ്യത്തേൽ ഒരു ബ്ലേഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ പുതിയത് വാങ്ങി തന്നതിൽ 2 ബ്ലേഡ് ഉണ്ട് കേട്ടോ, താഴത്തും മുകളിലും ആയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ പിന്നെ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഞാൻ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. ചായ ഇല്ല, ഉപ്പുമാവ് മാത്രം, വെള്ളവും കൂട്ടി കുടിച്ചു, അത്രയേ ഉള്ളൂ. അതെ, രാവിലെ പാല് വാങ്ങി ഒരു വട്ടം ചായ കുടിച്ച് പിന്നെ വീണ്ടും ചായ അപ്പം തന്നെ പിന്നെ കുടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ പോകാനും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കരുതി എന്നാൽ ഉപ്പുമാവ് കുറച്ച് വെള്ളവും കൂട്ടി കുടിക്കാമെന്ന്. ഉപ്പുമാവും വെള്ളവും കൂട്ടിയല്ല കേട്ടോ, പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ കുഴച്ച് തിന്നത്. ഞാൻ സാധാരണ ഉപ്പുമാവ് കഴിക്കാറില്ല. പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലോ പോണത്. പിന്നെ രാവിലെ അപ്പോൾ എളുപ്പ വഴിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ പുറത്തേക്ക് പോകണതല്ലേ എന്ന് കരുതിയിട്ട് ഇച്ചിരി അങ്ങോട്ട് വാരി കഴിച്ചെന്ന് മാത്രം, മനസ്സോടെ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പതിയെ ഇറങ്ങാൻ വേണ്ടി പോകണതാണ് കേട്ടോ. അപ്പോൾ ഈ ചുരിദാറിനെ പറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഓൺലൈനാണോ? ഇത് ഓൺലൈൻ അല്ല കേട്ടോ, ഞാനിത് മെറ്റീരിയൽ വാങ്ങി ചുരിദാർ സെറ്റായിരുന്നു, അത് വാങ്ങി ഇങ്ങനെ തയ്പ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ഇതിൽ ലിങ്ക് ഇടുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൺലൈൻ അല്ല. ആമിക്കുട്ടിയൊക്കെ ഭയങ്കര ഹാപ്പിയോടെ കൂടിയാണ് കേട്ടോ വരുന്നത്. കാരണം അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണമല്ലോ സ്കൂളിലേക്ക്. അപ്പോൾ ബാഗ് ഒഴിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാഗ് ഒഴിച്ച് ബാക്കി നമുക്ക് പോരാത്ത സാധനങ്ങളാണ് നമ്മളിപ്പോൾ വാങ്ങണത്. ബാഗ് കഴിഞ്ഞ വർഷത്തെ 2 പേരുടെയും അനങ്ങിയിട്ടില്ല, ഒരു സിബ് പോലും വിട്ടിട്ടില്ല. അതുകൊണ്ടിട്ട് പിന്നെ നമ്മളത് കളഞ്ഞ് വേറെ പുതിയത് വാങ്ങേണ്ട ആവശ്യം ഇപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ ഞാൻ കരുതി ആലുവിൻ്റെത് എന്തായാലും ആലു അത് ഈ വർഷം കൂടെ സൂക്ഷിച്ച് കൊണ്ടുപോകും. ആമിയുടെ അത് ഉറപ്പില്ല, എന്നാലും ഒരു പകുതി വരെയൊക്കെ ആമി എന്തായാലും അത് കൊണ്ടുപോകും. സിബൊക്കെ വല്ലതും വിടുകയാണെങ്കിൽ വല്ല കീറോ വല്ലതും ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയത് ഇടയ്ക്ക് വാങ്ങി കൊടുക്കാമെന്ന് കരുതി. 2 പേർക്കും, ഒരാൾക്ക് കുട, ഒരാൾക്ക് റെയിൻ കോട്ട്, അങ്ങനെയാണ് കഴിഞ്ഞ വർഷം വാങ്ങിയത്. ആലുവിൻ്റെ കുടയുടെ ഒരു കമ്പി ഒടിച്ച് വെച്ചേക്കണം. അപ്പോൾ ആ കമ്പി ഒന്ന് മറ്റേ നമ്മുടെ ഈ കുടയൊക്കെ തയ്ക്കുന്ന ആളുടെ അടുത്ത് അത് ശരിയാക്കിക്കണം. പിന്നെ എന്താണ്, ആമിക്കുട്ടിക്ക് റെയിൻ കോട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു സാധനം വേണ്ട. പിന്നെ 2 പേർക്കും വാട്ടർ ബോട്ടിൽ വാങ്ങണം മെയിനായിട്ട്.
അത് 2 പേർക്കും വാങ്ങണം. കാരണം ആമിക്കുട്ടിക്ക് കഴിഞ്ഞ വർഷത്തത് ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ എപ്പോഴും പറയും അമ്മ എനിക്ക് ദാഹം കെടണില്ലെന്ന്, ഇനിയും വേണം വെള്ളം, വലിയ കുപ്പി വേണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ വർഷം ഒരു ഇച്ചിരി വലിയ കുപ്പി നോക്കി വാങ്ങാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വന്നേക്കണത് ബോക്സും പൗച്ചും കാര്യങ്ങളൊക്കെ നോക്കാനാണ്. പക്ഷേ ആമിക്ക് ബോക്സ് വാങ്ങണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പോരാത്ത സാധനങ്ങളൊക്കെ വാങ്ങണത്. കഴിഞ്ഞ വർഷം ഒരു ഡോറയുടെ ഒരു ബോക്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 180 രൂപയായിരുന്നു. അത് അനങ്ങിയിട്ടില്ല. ഒരു ഇച്ചിരി ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കണതല്ലാതെ അത് ഒട്ടും ചീത്തായിട്ടില്ല. അപ്പം ഞാനതൊന്ന് കഴുകി കൊടുക്കാമെന്ന് കരുതി. ഇടയ്ക്ക് അത് ചീത്താകുമ്പോൾ വാങ്ങിക്കൊടുക്കാം. ആലുവിന് പൗച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വന്നേക്കണത്. അപ്പോൾ ആ കടയിൽ നിന്ന് ആലുവിന് പൗച്ചും ഇഷ്ടപ്പെട്ടില്ല, ബോക്സും ഇഷ്ടപ്പെട്ടില്ല. രണ്ടും അവൾ നോക്കി കേട്ടാ. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ബ്രൗൺ പേപ്പർ, ബുക്ക് പൊതിയണത്, പെൻസില്, പേന, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കേട്ടോ വന്നത്. അതെല്ലാ വർഷവും ഇവിടെ തന്നെയാണ് വരാറ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവിടെ വന്ന് കയറിയത്. പക്ഷേ ആലുവിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആലു പറഞ്ഞിട്ട് വേറെ കടയിൽ നിന്ന് വാങ്ങാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ പോരാത്ത സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആമിക്കുട്ടിക്കൊരു ടിഫിൻ ബോക്സ് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് എന്ന് ഉദ്ദേശിച്ചത് സ്നാക്സ് ബോക്സ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് നമ്മുടെ ബ്രൗൺ പേപ്പർ, നെയിം സ്ലിപ്പ്, പെൻസില്, ഒരു പാക്കറ്റ് പെൻസില്, ഒരു പാക്കറ്റ് പേന, അങ്ങനെയൊക്കെ ആദ്യം നമ്മൾ തുടക്കം ഇങ്ങനെയൊക്കെ വാങ്ങും. പിന്നീട് തീർന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഓരോന്നേ കടയിൽ നിന്ന് വാങ്ങാറാണ് കേട്ടോ പതിവ്. കാരണം ആമിക്കുട്ടിക്ക് പെൻസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്ന കണക്കിന് പെൻസിൽ കളഞ്ഞിട്ട് വരും. ഞാൻ ഇവിടുന്ന് ഒരു പെൻസിൽ കൊടുത്തുവിടും, അത് കളഞ്ഞിട്ട് വരും. പിറ്റേ ദിവസം പെൻസിൽ കൊടുത്തുവിടും. ഇത് തന്നെ പാടാം. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, മിസ്സും പറയാറുണ്ട് കേട്ടോ എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെയാണെന്ന്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വഴക്ക് പറയുമ്പോഴെങ്കിലും സൂക്ഷിച്ച് കൊണ്ടുവരുമെന്ന് വിചാരിക്കും കേട്ടോ. പിറ്റേ ദിവസം അത് തന്നെ പാട്. പിന്നെ അതേ കുടുക്ക വേണമെന്ന് പറഞ്ഞു കേട്ടോ. മക്കിടി നമ്മൾ പൈസയൊക്കെ കൂട്ടൂലേ. അപ്പോൾ അത് അവിടെ കണ്ടപ്പോഴത്തേക്കും തലേ ദിവസം 2 ദിവസം മുൻപ് ഞങ്ങൾ കുടുക്ക പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ആമിയുടെ. അപ്പോൾ അത് പൂച്ചക്കുട്ടിയുടെ കുടുക്ക വേറെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഒരു കുടുക്ക കണ്ടപ്പോഴത്തേക്കും അത് ആൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ആലുവിനും ഒരെണ്ണം എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം വാങ്ങി നമ്മളിനി ഇറങ്ങണത് നേരെ ജിയാ സ്റ്റോഴ്സിലോട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പല പല കടകളിലായിട്ടാണ് പോണത്. അപ്പോൾ അതിന് നമുക്ക് ആൺകുട്ടിക്ക് ഒരു പ്ലേറ്റ് വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ 2 പേർക്കും വാട്ടർ ബോട്ടിൽ വാങ്ങണം. അപ്പോൾ അത് ആദ്യം വാങ്ങാമെന്ന് കരുതിയിട്ട് ഇതേ പോണ വഴിക്ക് തന്നെ ആൾക്ക് ദാഹം തുടങ്ങിയിട്ട് ആമിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പം പിന്നെ ദാഹമാണേ. അങ്ങനെ പിന്നെ ചേട്ടൻ അവിടെ നിന്ന് ഒരു കുഞ്ഞ് സ്ലൈസൊക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ പിന്നെ നമ്മളിനി നേരെ പോണത് ജിയാ സ്റ്റോഴ്സിലോട്ടാണ്. അവിടെ ചെന്ന് പ്ലേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും ആമിക്കുട്ടിക്ക് പറ്റിയ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒഴുക്കനായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള പ്ലേറ്റാണ് ഉണ്ടായിരുന്നത്. ആമിക്ക് അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. ആമിക്ക് ഇങ്ങനെ കറികളൊക്കെ സെപ്പറേറ്റ് വെക്കുന്ന കുഴിയുള്ള പാത്രങ്ങളില്ലേ, അതാണ് ആമിക്കുട്ടിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് ചളിങ്ങിയിരിക്കണം. അപ്പോൾ പിന്നെ അത് നോക്കിയില്ല. പിന്നെ വാട്ടർ ബോട്ടിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു ഇച്ചിരി വില കൂടിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ ഞങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ചുള്ളിക്കൽ വിശാലിലോട്ടാണ് പോണത്. അപ്പോൾ തോപ്പുംപടിയിൽ കയറാനുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്കിനി അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഫുഡും കഴിക്കണം. കാരണം ഉച്ചയായി, എല്ലാവർക്കും വയറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങി. അപ്പോൾ നമ്മളിതേ മാർസണിൽ വന്നിട്ടുണ്ട് ആമിക്കുട്ടിക്ക് ഒരു ഷൂസ് വാങ്ങാനായിട്ട്. അപ്പോൾ ആലുവിന് കഴിഞ്ഞ വർഷം നമ്മൾ പുതിയ ഷൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ആൾക്ക് ഈ പ്രാവശ്യം ഇല്ല, കുഴപ്പമില്ല, അത് ചീത്തായിട്ടുമില്ല, ഒന്നും പറ്റിയിട്ടില്ല, പൊട്ടിയിട്ട ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആലു ഈ വർഷം ആ ഷൂസ് തന്നെ ഇടും. ആമിക്കുട്ടിക്ക് LKGയിൽ വാങ്ങിയതുണ്ട്. അപ്പോൾ ആൾ LKG UKG 2 വർഷം ഉപയോഗിച്ച്. അപ്പോൾ അത് ടൈറ്റായി കുഞ്ഞ് ഷൂസായിപ്പോയി. അപ്പോൾ അത് ആൾക്ക് ഇനി പുതിയത് വാങ്ങണമല്ലോ. അങ്ങനെ അവിടെ നിന്നൊരു ഷൂസും വാങ്ങി നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഹോട്ടലിലോട്ടാണ് വന്നേക്കണത്. ഉച്ചഭക്ഷണം കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തോപ്പുംപടി വിട്ട് നേരെ ചുള്ളിക്കൽ പിടിക്കാമെന്ന് കരുതിട്ട് അങ്ങനെ ചുള്ളിക്കത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ വീട് പിടിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തപ്പോൾ കുഴിമന്തിയാണ് കേട്ടോ. മന്തിയാണേ, ചിക്കൻ മന്തി. അങ്ങനെ ഹാഫാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കാരണം ഫുള്ളായിട്ട് നമ്മൾ വാങ്ങണ സമയത്തൊക്കെ എപ്പോഴും അതിൻ്റെ റൈസ് ബാക്കി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഒതുങ്ങിയിട്ട് ഹാഫായിട്ട് വാങ്ങി. ഉള്ളത് ഓണം പോലെ കഴിക്കാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ പിന്നെ ഈ മന്തിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് അപ്പോഴും ഇപ്പോഴും വന്നിട്ടും പോയിട്ടും പൊറോട്ട. പിന്നെ ഞാൻ പൊറോട്ട വേണ്ടാന്ന് വെച്ചത് ഉച്ചയായതുകൊണ്ടിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാനിപ്പോൾ കാണിച്ച സ്ഥലം കണ്ട നമ്മുടെ തോപ്പുംപടി പാലമാണ് കേട്ടോ. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചുള്ളിക്കലോട്ട് വന്നിട്ടുണ്ട്, വിശാലിൽ വന്ന്. അപ്പോൾ ആമിക്കുട്ടിക്ക് ഇവിടെ ഞാൻ മുമ്പും പ്ലേറ്റൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അപ്പം ആവശ്യമില്ലാണ്ട് തോന്നിയിട്ടാണ് വാങ്ങാനത്. ആമിക്കുട്ടിക്ക് പഴയ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഭയങ്കര വലിയ പ്ലേറ്റാണ്. അപ്പോൾ കൊച്ചിന് കുറച്ച് ഒതുങ്ങിയത് വാങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെറുതെടുക്കണത്. അപ്പോൾ 2 കാണിച്ചു കൊടുത്ത്. 2 തരത്തിലുണ്ടായതൊന്ന് ഓവൽ ഷേപ്പ് പോലത്തെ ഉണ്ടായി, പിന്നെ സ്ക്വയർ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു. കുഞ്ഞിനിതേ ഞാനിപ്പോൾ എടുത്തേക്കണതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്.
അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ദേ സ്വർണ്ണപ്പാത്രം കണ്ട്. സ്വർണ്ണപ്പാത്രം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഇത് ഓട്ടുപാത്രമോ എന്താണെന്നറിയില്ല കേട്ടോ. അങ്ങനെ ഒരു ജാതി പാത്രം. അപ്പോൾ അത് കണ്ടപ്പോൾ ആമിക്ക് അത് വേണമെന്ന്. ഞാൻ പറഞ്ഞു ഇതിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, മിസ്സ് വഴക്ക് പറയുമെന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ മൈൻഡൊക്കെ മാറ്റിയെടുത്തു കേട്ടോ. ലാസ്റ്റ് ദേ ഈ ഒരു പാത്രത്തിൽ ഒതുങ്ങി. ഈ ഓവൽ ഷേപ്പ് പാത്രത്തിൽ കേട്ടോ. അതെടുത്ത് പിന്നെ 2 പേർക്കും ദേ വാട്ടർ ബോട്ടിൽ. അപ്പോൾ വാട്ടർ ബോട്ടിൽ എടുക്കണേനും ഇടിയായിരുന്നു അവിടെ. രണ്ടും കൂടി കിടന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവിടെ ഒരു 3, 4, 5 തരത്തിലുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുക്കുമ്പോഴെന്താണ് ഒരാൾ എടുക്കണത് തന്നെ അടുത്ത ആളും എടുക്കുക. അപ്പോൾ ഒരേപോലത്തെ എടുത്തോണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു 2 പേരോടും ഒരേപോലത്തെ എന്തായാലും എടുക്കേണ്ടെന്ന്. ഒരുപോലത്തെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്കൂളിൽ പോണ സമയമാകുമ്പോഴത്തേക്കും രാവിലെ 2 എണ്ണത്തിൻ്റെയും ഗുസ്തി തീർക്കാനേ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു 2 പേരും വെവ്വേറെ ആയിട്ടുള്ളത് എടുത്താൽ മതിയെന്ന്. ഒന്നാമത്തെ കാര്യം ആമിക്കുട്ടി ഒരുപാട് വെള്ളം കുടിക്കും കേട്ടോ. അതിപ്പോൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും. സ്കൂളിൽ എങ്ങനെ കഴിഞ്ഞ വർഷം അത് പിടിച്ചു തന്നത് എനിക്കറിയില്ല കേട്ടോ. ചെറിയ കുപ്പിയായിരുന്നു കൊടുത്തു വിട്ടുകൊണ്ടിരുന്നേച്ചതേ. അപ്പോൾ ഈ പ്രാവശ്യം അത്യാവശ്യം ഒരു ഇച്ചിരി വലുത് തന്നെയാണ് ഞാൻ എടുത്തേക്കണം. പിന്നെ ഇതിലും വലുതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഭയങ്കര വെയിറ്റും ആയിരിക്കുമല്ലോ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട്. അത്രയും വലുതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ളത് ഞാൻ എടുത്ത്. പിന്നെ അതുപോലെ തന്നെ ആമിക്കുട്ടിക്ക് സ്റ്റഡി ടേബിൾ എടുത്തിട്ടുണ്ട്. പിന്നെന്താണ് ലഞ്ച് ടവൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകുന്നതാണ്. ഈ കുഞ്ഞ് സ്റ്റഡി ടേബിൾ ഞാൻ നേരത്തെ തന്നെ വിശാലിൽ പോകുമ്പോൾ നോട്ട് ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ എപ്പോഴും പറയും സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ പോയതല്ലേ എന്ന് കരുതിയിട്ട് പുതിയത് വന്നിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആളാണെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് നിലത്ത് വയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഇതിവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് വെച്ചപ്പോഴത്തേക്കുമാണ് ആമിക്കുട്ടിക്ക് ഒരു സമാധാനം. ഇതിവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് വെച്ചപ്പോഴത്തേക്കുമാണ് കേട്ടോ ആമിക്കുട്ടിക്ക് ഒരു സമാധാനമായത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പോരാത്ത സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ വർഷം വാങ്ങും. ചീത്തയായതുണ്ടെങ്കിൽ അതിന് പകരം വേറെ വാങ്ങും. അല്ലാതെ എല്ലാ വർഷവും എല്ലാ സാധനങ്ങളും പുതിയത് അങ്ങനെ വാങ്ങലില്ല കേട്ടോ. ഞാനൊക്കെ പഠിക്കണ സമയമൊന്നും പറയണ്ട എൻ്റെ പൊന്നേ. ഒരു ബാഗ് തന്നെ എത്ര വർഷം കൊണ്ട് നടക്കുമായിരുന്നെന്നാ. ഇപ്പോഴത്തെ മക്കളാണെങ്കിൽ ഒരു വർഷം ഒരു ബാഗ്, ചിലപ്പോൾ കൂടി വന്നാൽ ഒരു 2 വർഷം. എൻ്റെ മക്കൾ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ കൂടുതൽ വള അടിച്ച് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണേ. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ഞാനേ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയൽ കയറി വരും. അപ്പോൾ അതേ നമ്മുടെ ആമിക്കുട്ടി കുടിക്കൽ പൈസയൊക്കെ ഇട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട്.